സൂപ്പർ പടം. ലാലേട്ടനൊക്കെ സൂപ്പർ. രാഷ്ട്രീയം നോക്കാതെ ഫിലിം കാണുവാണെങ്കിൽ സൂപ്പർ ഫിലിം. സൂപ്പർ, ഒരു രക്ഷയില്ല. അടിപൊളി. ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഈ പടം എടുക്കണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ കാണണം. വളരെ മനോഹരമായ മൂവി. പൃഥ്വിരാജ്, മുരളിച്ചേട്ടൻ, പ്രിയപ്പെട്ട ലാലേട്ടൻ എല്ലാം വളരെ മനോഹരം. സൂപ്പർ സൂപ്പർ, വേറെ ലെവലല്ലേ. പൊളി, സൂപ്പർ, കണ്ടിരിക്കാം. നല്ല പടം. ആക്ച്വലി അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ലാലേട്ടൻ കുറെ മാസ് സീനൊക്കെ ഉണ്ട്. ലാലേട്ടനും പൃഥ്വിരാജ് സ്ക്രീനിൽ വന്നാലും നമുക്ക് നല്ല ഫൈറ്റ് സീൻസ് ആയിരുന്നു. അല്ലല്ല, സീൻ കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. സിനിമയായിട്ട് കണ്ടാൽ മതിയില്ലേ. പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ സെക്കൻഡ് പാർട്ട് എന്ന നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട്. തേർഡ് പാർട്ടിലേക്കുള്ള നല്ലൊരു ഇതാണെന്ന് തോന്നുന്നു. പിന്നെ നെഗറ്റീവ് ഉണ്ടായിരുന്നു. പ്രൊഡക്ഷനൊക്കെ നല്ല രസമുണ്ട്. ലൂസിഫറിനെ കാട്ടി നല്ല രസമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഷോർട്സ് എല്ലാം നല്ല കിടിലായിരുന്നു. പിന്നെ ഇതിന് ഹേറ്റ് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടെ ഇന്റർനാഷണൽ ലെവലിലുള്ള പൊളിറ്റിക്സ് ആയതുകൊണ്ട് ആർക്കും അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റി കാണൂല. ലൂസിഫറിലെല്ലാം നമ്മൾ ഇവിടെയുള്ള പൊളിറ്റിക്സ് അല്ല. പക്ഷെ ഓവറോൾ പടം കൊള്ളായിരുന്നു. അടിപൊളി പടമായിരുന്നു, അത്രേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. സൂപ്പർ അല്ലേ, എപ്പോഴും പോലെ. ഇല്ലില്ല, കട്ട് ചെയ്യേണ്ട ആവശ്യം ഒട്ടുമില്ല ബ്രോ. നമുക്ക് കാണുന്ന ഇപ്പൊ ഈ പോകുന്ന രീതി കാണിച്ചാൽ മതി. അതാണ് നല്ലത്. വേറെ ഒരു സെറ്റാണ്. ലാലേട്ട കിടിലം തീ, ഒന്നും പറയല്ല. ഒരു രക്ഷയില്ല, അടിപൊളി. ലാലേട്ടമുള്ള അടിപൊളിയാണ്, ഒന്നും പറയാം. അല്ല, പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു. ബട്ട് ടോപ്പ് നോച്ച് മേക്കിംഗ് ആലോചിച്ചുണ്ടായിരുന്നു. വ്യത്യസ്തം ടോട്ടലി ഡിഫറെന്റ് സ്റ്റോറി അല്ലേ. നല്ല രഞ്ജു. അതെ, ട്രൂലി ഇന്റർനാഷണൽ എന്നാണ് പറയാം. ആ ഒരു ലെവൽ മേക്കിംഗ് ആണ് നമ്മളൊക്കെ.